പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കമൻ്റ് ഉണ്ട്, ഞാൻ വായിക്കാം. എൻ്റെ ഉമ്മ മരിച്ചു 2 വർഷമായി. ഉപ്പ മരിച്ചിട്ടും 2 വർഷം കഴിഞ്ഞു. എൻ്റെ ഉമ്മക്ക് ഒരു മോളേ ഉള്ളൂ. ഉമ്മയുടെ കുറേ മക്കൾ ചെറിയ കുട്ടിയുള്ളപ്പോൾ തന്നെ മരിച്ചു. നിങ്ങളുടെയൊക്കെ ദുആ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. ഉമ്മ മരിച്ചിട്ട് 2 വർഷമായി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഉപ്പയും മരണപ്പെട്ടു. പിന്നെ ഉള്ളത് ഈ ഒരു മകളാണ്. ഈ ഉമ്മക്ക് കുറേ മക്കളുണ്ടായിരുന്നു, ചെറുതിലെ മരണപ്പെട്ടു പോവുകയായിരുന്നു എന്ന്. ഇപ്പോഴുള്ളത് ഈ ഒരു മകള് മാത്രം. ഉപ്പയും ഉമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ മകള് പറയാണ്, നിങ്ങളുടെയൊക്കെ ദുആ മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ എന്ന്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ അല്ലാഹ്, അവരുടെ ആ മാതാപിതാക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ഈ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. അവർക്ക് നീ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ആ മകൾക്ക് ക്ഷമയും സമാധാനവുമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബേ. ആ മകളുടെ ജീവിതം സന്തോഷമാക്കി കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിന്, ആ മകളുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബേ. അവരുടെ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മകൾക്ക് വേണ്ടിയും ആ മകളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നമ്മുടെയൊക്കെ ദുആയിൽ അവരെ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. വളരെ സങ്കടപ്പെടുത്തുന്ന, കേൾക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്ന ഒരു മരണം, കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലാകുന്ന ഒരു മരണം. യാ റബ്ബേ, വല്ലാത്തൊരു സംഭവം തന്നെ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത്? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ്. കരുനാഗപ്പള്ളി സ്വദേശി 58 വയസ്സുള്ള സുനീറ ബീവിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അറിയുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, അവരുടെ കൂടെ പോയ ആ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ, നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. ഒന്നിച്ചു പോയവർ തിരിച്ചു വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശരീരത്തിലൂടെ സ്വകാര്യ ബസ് കയറി ഇറങ്ങിയാണ് ആ ഭാര്യ മരണപ്പെടുന്നത്. അതും ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ചായിരുന്നു മരണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുമ്പോൾ പടച്ച റബ്ബേ, സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം വേറെ തന്നെയാണ്. യാ റബ്ബേ, പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ. ആ ഭർത്താവിന് സമാധാനവും സഹനശക്തി നീ കൊടുക്കണ റബ്ബേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നലെ വൈകിട്ടാണത്രേ സംഭവം. ഇന്നലെ വൈകിട്ട് 6:15 സംഭവം നടന്നത്. ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. കൊല്ലത്തായിരുന്നു സംഭവം. ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു അത്രേ, ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ച്. സുബ്ഹാനല്ലാഹ്. സുനീറയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്, ആ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ. പടച്ച റബ്ബേ, അവർക്ക് നീ ക്ഷമയും സമാധാനവും കൊടുക്കണ റബ്ബേ. ആ മയ്യത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. കരുനാഗപ്പള്ളി കേരള ഫ്രിഡ്സിലെ ജീവനക്കാരിയാണത്രേ സുനീറ. എന്തായാലും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. പടച്ച റബ്ബേ, ഇതുപോലെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അബദ്ധത്തിലും അപകടത്തിലും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. അർഹമുറാഹിമായ അല്ലാഹ്,
ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ അല്ലാ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബേ. ഖബറിലെ മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ. സ്വർഗത്തിലെ ആ പ്രകാശം കൊണ്ട് ഇവരുടെ ഖബറിടം നീ പ്രകാശപൂർണമാക്കണേ റബ്ബേ. റഹമുറാഹിമായ റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. സന്തോഷത്തോടു കൂടി ഭർത്താവിൻ്റെ കൂടെ പോയതാണ് റബ്ബേ. ആ മയ്യത്തിന് നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ ആക്കി കൊടുക്കണേ റബ്ബേ. ആ ഭർത്താവ് ഇതെങ്ങനെയാണ് സഹിക്കുക എന്നറിയില്ല റബ്ബേ. അവർക്ക് നീ സഹനശക്തിയും ക്ഷമയും നീ നൽകണ റബ്ബേ. സമാധാനം നീ കൊടുക്കണ റബ്ബേ. പക്ഷേ റബ്ബേ, ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ഒരുപാട് മക്കൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മക്കളുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ഉമ്മമാർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബേ, ആഫിയത്ത് കൊടുക്കണ റബ്ബേ, ഇസ്സത്ത് കൊടുക്കണ റബ്ബേ, റഹ്മത്ത് കൊടുക്കണ റബ്ബേ. സമാധാനമുള്ള ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിനുള്ളൊരു പ്രതിഫലം പടച്ച റബ്ബ് നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.